വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കള്ളക്കടത്താണ്. ഇവിടെ ഒരു ഡൽഹിത്തെ വണ്ടി ഇറക്കിയിട്ടുണ്ട്. എന്താ വണ്ടി നമ്പർ കാണിച്ചത് DLBG7873 ആണ്. ഈ വണ്ടി നമ്മൾ വാങ്ങിയ സെക്കൻഡ് ഹാൻഡിനും ഡൽഹിയിൽ നിന്ന് നമ്മൾ ഫ്രണ്ട് അയച്ചെന്നാണ്. ഇത് ആദ്യം ചുവപ്പ് കളറായിരുന്നു, ഇപ്പോൾ പോയി മാറ്റിയതാണ്. കാരണം അഥവാ പോലീസ് പിടിക്കും എന്താ വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് ഈ വണ്ടിയെ കുറിച്ച് കത്തിച്ചളയും. അഥവാ ഇപ്പോൾ നമ്മൾ നമ്പർ പ്ലേറ്റ് എന്തായാലും ഒരു നോട്ട് ചെയ്ത് വെക്കുമല്ലോ. കാരണം നമ്മൾ എടുക്കുന്ന സ്ഥലത്തു നിന്ന് എന്തായാലും നമ്പർ പ്ലേറ്റ് എടുക്കും. പോരാ ചോദിക്കുകയാണെങ്കിൽ എന്തായാലും ഒരു കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മളെ സ്പിരിറ്റ് എവിടെയാണ് നിൽക്കുന്നതെന്നൊന്ന് നോക്കണേ. നമ്മളെ സ്പിരിറ്റ് ഇതാണ് നമ്മളെ സ്പിരിറ്റ്. അപ്പോൾ നമ്മളെ സ്പിരിറ്റിൻ്റെ സ്ഥലം എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. വണ്ടി മെല്ലെ റേസ് ചെയ്തെടുത്താൽ മാപ്പ് വന്നു. അപ്പോൾ ഇത് ആരൊക്കെ, ഇത് ശരിക്കും എനിക്കല്ല ഓർഡർ കിട്ടിയ എൻ്റെ ഫ്രണ്ടിനാണ്. ഓന് വയ്യാത്തതുകൊണ്ട് അതിൻ്റെ ഇരട്ടി ക്യാഷ് തരാമെന്ന് ഓൻ പറഞ്ഞു. അപ്പോൾ ഇതിന് ഏകദേശം 4000 ആ പ്രൈസാണ് കിട്ടുക. അപ്പോൾ അതിൻ്റെ മുകളിൽ കിട്ടുകയാണെങ്കിൽ ലക്ക് ഉണ്ടാവും. അപ്പോൾ എനിക്കൊരു ചുമണ്ട്, അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. അപ്പോൾ നമ്മൾ 90 സബ്സ്ക്രൈബേഴ്സ് അടിച്ചിരിക്കുകയാണ്. നിങ്ങളൊരു 1K സബ്സ്ക്രൈബേഴ്സ് തരികയാണെങ്കിൽ നമ്മൾ ഗിവ് അവേ വെക്കും. അപ്പോൾ ഈ വണ്ടി എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് നമ്മൾ എത്ര ഉറുപ്പികയ്ക്കാണ് വാങ്ങിയത് ആരും ഗസ് ചെയ്യുമോ? കറക്റ്റ് ഗസ് ചെയ്യുന്നവർക്ക് നമ്മൾ ഗിവ് അവേ കൊടുക്കും. പക്ഷെ കറക്റ്റ് ഗസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ കാർ പാർക്കിംഗ് മൾട്ടിപ്ലയറിൽ പോയിട്ട് ഈ ലോറിക്ക് എത്ര ഉറുപ്പികയാണെന്ന് നോക്കുക. അതിൻ്റെ കുറച്ച് താഴേക്കും ഈ വണ്ടീൻ്റെ പ്രൈസ്. ഞാൻ ഈ ഒരു വീഡിയോയിൽ എവിടെയെങ്കിലും അതൊന്ന് കാണിക്കാൻ നോക്കാം. ചിലപ്പോൾ ഞാൻ കാണിക്കൂല ഗൈസ്. കാരണം കാണിച്ചാൽ പിന്നെ എല്ലാവരും പറയും, പിന്നെ എല്ലാവർക്കും ഗിവ് അവേ കൊടുക്കേണ്ടി വരും. അതൊന്നും പറ്റൂല, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. ഓക്കെ ഗൈസ്, ഞാൻ കാണിക്കുന്നില്ല. ഓഫ് റോഡ് കയറി പോവാനോ ഇതിനെക്കാട്ടില്ല. ഞാൻ എന്താ നേരെ പോയിട്ട് വളച്ചു തരാം. ഇപ്പം കാണിച്ചു തരാം ഗൈസ്. ഓഫ് റോഡ് കയറി മാപ്പ് പോകാൻ പറയും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, മാപ്പിലേക്ക് നോക്കിയിട്ട് വേറെ ഏത് വഴി കിട്ടുമോ നോക്കുക. നേരെ ഇവിടുത്തെ കുറച്ച് ചുറ്റി പോകേണ്ടി വരും. അത് നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ നേരെ പിടിക്കുക, ഇങ്ങനെ കൊണ്ട് വളച്ചാൽ. അപ്പോൾ അത് കണ്ടോ, അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞാൽ കുറച്ച് പോയാൽ നമ്മൾ മാപ്പ് ഓട്ടോമാറ്റിക്കലി റെഡിയാവും. നോക്കിക്കോ നിങ്ങൾ. ആ വഴി അപ്പം കാണിക്കും ഗൈസ് നമ്മളെ മാപ്പിൽ. നമ്മൾ ഈ വഴി തന്നെയാണ്, നമ്മൾ കറക്റ്റ് റോഡിൽ കൂടി ഗൈസ് പോണേ. ഇതൊക്കെ ഉണ്ടേ, ഇപ്പം റെഡിയായില്ലേ, മാപ്പ് റെഡിയായില്ലേ. അതൊക്കെ അത്രേ ഉള്ളൂ ഗൈസ്. നമ്മൾ പോണ വഴിക്ക് വേറെ എവിടെയെങ്കിലും ഷോർട്ട് കട്ട് ഉണ്ടെങ്കിലാ ഞങ്ങൾ നോക്കിക്കോ. നമ്മൾ സിറ്റി വഴി പോണെയാണെങ്കിൽ നമ്മൾ ശരിക്കും സിറ്റിയിൽ നിന്നാണ് എടുക്കേണ്ടത്. ഇത് ശരിക്കും ഒരു പെട്രോൾ ടാങ്കർ നമുക്ക് ഇവിടെ എത്തിച്ചു തന്നാൽ. കാരണം സിറ്റിയിൽ നമ്മൾ ലോറിയും കൊണ്ട് പോവുകയാണെങ്കിൽ അവിടെ ഫുൾ ചെക്കിങ്ങാണ്. ചെക്കിങ് ആയതുകൊണ്ട് പണി കിട്ടും. പിന്നെ അവിടെ ഫുൾ ചെക്കിങ് എന്ന് വെച്ചാൽ വണ്ടി അവിടെ കുറേ ആക്സിഡൻ്റ് ആവും. കാരണം ഫുൾ മഞ്ഞല്ല അവിടെ. ഇപ്പോൾ ബ്രേക്ക് കിട്ടാണ്ട് കുറേ വണ്ടികൾ അവിടെ ആക്സിഡൻ്റ് ആയിട്ട്. അപ്പം അതിനെ തുടർന്ന് അവിടെ ഫുൾ ചെക്കിങ് ചെയ്യാം. എന്നിട്ട് വണ്ടിക്ക് ചങ്ങലയൊക്കെ ഇട്ടുകൊടുക്കും, ടയറിൻ്റെ അവിടെ സ്ലിപ്പാവാണ്ടൊക്കെ. അതങ്ങനെ കുറേ പരിപാടി. അപ്പോൾ നമ്മളെ വണ്ടിക്ക് ചങ്ങലയിടാകുമ്പോൾ ലോഡൊക്കെ പരിശോധിച്ചാൽ നമ്മൾ കുടുങ്ങിപ്പോവും. അതാണ് പ്രശ്നം. പിന്നെ ഈ ലോഡ് നമുക്ക് 4000 ഉറുപ്പിക. ശരിക്കും ലോറീൻ്റെ റിയൽ ലൈഫിൽ ലോറി പണിക്കാർക്ക് നല്ല ടാസ്ക്കാണ്. കാരണം ഒരു ലോഡ് അവർക്ക് 4000 ഉറുപ്പിക. പക്ഷെ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ നല്ല പൈസ ആവും. പക്ഷേ നല്ല ദൂരവും ഉണ്ട്, അവർക്ക് നല്ല ദൂരം പോകാണ്ട്. പിന്നെ ഒരു 4000 ഉറുപ്പിക കൊടുക്കുകയും ചെയ്യും. വണ്ടി പണിയിട്ട് ഇനി നേരെ ഒടിച്ചെടുക്കണം. ഇതെത്രയാ ഫാസ്റ്റ് ഇല്ലേ? ഫാസ്റ്റ് വേണ്ട, ഡൽഹിത്തെ വണ്ടിയാണ്. ഡൽഹിത്തെ വണ്ടികളൊക്കെ ആരാണ് പറഞ്ഞത് വലിയ പൊട്ട വണ്ടിയാണ്. വണ്ടി ആരെയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ അവസാനമാക്കാം. ഈ വണ്ടിയിൽ സ്മൂത്ത് ടയറാണ്. പിന്നെ ആക്സിലേറ്റർ ഓട്ടുമ്പോൾ അതിന് പഞ്ഞീൻ്റെ ഉള്ളിൽ കാല് വെച്ച വരിക. അത്രയും സ്മൂത്താണ് ഇതിൻ്റെ ആക്സിലേറ്റർ ഓട്ട്. പിന്നെ ബ്രേക്കെല്ലാം വണ്ടിക്ക് നല്ല ടൈറ്റ് ഉണ്ടാവും. പെട്ടെന്ന് ഗിയറും മാറുന്നുണ്ട്. ഗിയർ സമയത്തിന് ഓട്ടോ ഷിഫ്റ്റ് ആയി ബാക്കാവും. പിന്നെ ഈ ഓട്ടോമാറ്റിക്കലി പ്രശ്നമുണ്ട്. ഇറക്കത്തിലൊക്കെ അങ്ങോട്ട് ഗിയറും കൊണ്ട് ടപ്പേന്ന് മാറിക്കൊണ്ട് നിൽക്കും. വണ്ടിക്കാരെ കൊണ്ട് പിടിച്ചാണ്. ഇയാളൊന്നും മാറി തരുന്നില്ലടാ. നമ്മൾ സ്പിരിറ്റ് കടത്തുകയാണ്, അല്ലാണ്ട് കണ്ട പെട്രോൾ കടത്തുകയല്ല.
ഗൈസ് ഈ ചുമ എനിക്ക് പോക്കാൻ പറ്റത്തില്ല. അപ്പം നിങ്ങളിതൊക്കെ ഒന്ന് സഹകരിക്കണം ഗൈസ്. ഇപ്പം തന്നെ 5 മിനിറ്റ് വീഡിയോ ആയിട്ടുണ്ട്. ഓഫ്, നമ്മൾ മൗണ്ടൈനിലേക്ക് നമുക്ക് എത്തിക്കണ്ടേ. എനിക്ക് മാപ്പൊന്നും അറിയില്ല. ഒരു ലിങ്ക് അയച്ചത് ഞാൻ അതിൽ കയറി. ഇപ്പം ഒരു 63 തന്നെ. ഇപ്പോൾ അതാ ചെറിയ സ്പീഡിൽ തന്നെ വണ്ടിയുടെ ഗിയർ ടോപ്പിലാണ്. എത്ര ഗിയർ ഉണ്ടോ ചെക്ക് ചെയ്യണം. മാക്സിമം സ്പീഡ് 120 തോന്നുന്നത്. അതവിടെ 120. അയ്യോ, നമുക്ക് കൊണ്ട് സ്ഥലം കഴിഞ്ഞു പോയി. വേഗം പാക്കണേ. പിന്നെ ടാങ്കറാണ്, പെട്ടെന്ന് എടുക്കാമെന്ന് പറ്റൂല. താഴേന്ന് വല്ല വണ്ടി വന്ന കുടുങ്ങുമ്പോൾ. അയ്യോ, റെഡി ആയില്ല വണ്ടി. ടാങ്കർ റെഡി ആയെന്ന് തോന്നുന്നു. നേരെ പുറപ്പിച്ച് താഴെ. ഇങ്ങനെ വരുമ്പോൾ ഗൈസ് ഇവിടെ ഒന്നും കാണൂല. ഇതിലെയാണോ എന്ന് സംശയം. നമുക്ക് നേരെ ടേൺ ചെയ്തോ. നമുക്ക് ഈ കൂടെ പോകണം. കാരണം അതിൽ കൂടെ പോയാൽ വണ്ടി കയറത്തില്ല. പിന്നെ ചുറ്റിക്കാൻ എനിക്കൊന്നും വയ്യ. അതവിടെ നിന്നല്ലേ. അല്ലേ ഇനി മേളോട്ടാ. ഇനി എത്ര കിലോമീറ്റർ ഉണ്ട്? കുറച്ച് കിലോമീറ്റർ കൂടിയേ ഉള്ളൂ. വേഗം വണ്ടി സാധനം എത്തിച്ച് വേണം നേരെ വണ്ടി കൊണ്ട് കത്തിക്കേ. സ്പിരിറ്റിൻ്റെ ആർമാതാണല്ലോ. ഇതെന്താണ് വണ്ടിയൊക്കെ ചെരിഞ്ഞുകൊണ്ടല്ലോ. ഇതങ്ങോട്ടാ? അങ്ങോട്ടേക്ക് എൻ്റെ അടുത്തോ. ഇതെവിടെ? ഇങ്ങനെ വളച്ചെടുക്കണോ? ഈ വളച്ചെടുക്കാതൊക്കെ ആരാണ്ടാ പഠിപ്പിച്ച്? നേരെ നമുക്ക് വളച്ചെടുത്തേക്കാം. ഈ സ്റ്റിയറിംഗ് ഒക്കെ വളച്ചെടുക്കണ്ടേ ഇനി? ബാക്കോട്ടെ. ഫ്രണ്ട് എടുക്കാൻ നീ ബാക്കോട്ടെ ചെങ്കായിയേ. എനിക്ക് എന്താ കളിച്ചിനെന്ന് നോക്കുന്നത്. എനിക്ക് തന്നെ മനസ്സിലായില്ല ഞാൻ എന്താ കളിക്കുന്നത്. കാരണം ഈ വണ്ടിയുടെ സ്റ്റിയറിംഗ് ആണ്. ഞാൻ ഈ ഓർഡർ ക്യാൻസൽ ആക്കട്ടോ. ഇത് ചടപ്പായി. ഇത് ആ സ്റ്റിയറിംഗ് വളയില്ല. ഈ ടാങ്കർ വട്ടയേസ്. നമുക്ക് ഒന്നുകൂടി ചുറ്റി വരേണ്ടി വരും. ഈ സിമ്പിൾ ഇതങ്ങനെ സ്റ്റൈലാക്കി പാർക്ക് ചെയ്തിട്ടുണ്ട്. വൈബാക്കിയിട്ടുണ്ട് നമ്മളെ വണ്ടി. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്തിട്ടുണ്ട് അതും സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് വേണം ബെല്ലൈക്കൺ കൂടി ഏബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ എല്ലാവർക്കും ബൈ.